അപ്പീലിൽ സുപ്രീം കോടതി നോട്ടീസ്. സംസ്ഥാന സർക്കാർ കെ രമയടക്കം എതിർകക്ഷികൾക്കാണ് നോട്ടീസ്. 6 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഷബ്ന സേതു ചേരുന്നു. ഷബ്ന, വിവരങ്ങൾ. RMB നേതാവായിരുന്ന TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികളാണ് ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിലെ ആദ്യ 6 പ്രതികളായ അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, രജീഷ്, ഷാഫി, ഷിനോജ് എന്നിവർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് ഹൈക്കോടതി വിധിച്ചിരുന്നത്. അതുപോലെ മറ്റ് 2 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയും വിധിച്ചിരുന്നു. 20 വർഷത്തേക്ക് തുടർച്ചയായി ഇളവില്ലാതെ ശിക്ഷ അനുഭവിക്കണം എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെയാണ് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട എതിർകക്ഷികളായ കെ രമ, അതുപോലെ സംസ്ഥാന സർക്കാർ എന്നിവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. 6 ആഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ച് മറുപടി നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം. ഈ പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടത് 12 വർഷമായി ജയിലിലാണെന്നും ശിക്ഷാ ഇളവ് റദ്ദ് ചെയ്ത് ജാമ്യം അനുവദിക്കണം, അല്ലെങ്കിൽ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ച് ജാമ്യം അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. ഇതിലാണ് ഇപ്പോൾ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. എതിർകക്ഷികളുടെ ഭാഗം കേൾക്കാതെ ഇതിൽ തീരുമാനമെടുക്കാനാവില്ല എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ശരി ഷബ്ന, എന്താണെങ്കിൽ TP കേസിലെ കൊലയാളി സംഘത്തിന് നിലവിൽ ശിക്ഷ ഇളവില്ല. എല്ലാവരുടെയും വാദങ്ങൾ കേട്ടതിനു ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. TP കേസ് പ്രതികളുടെ അപ്പീലിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ കെ രമയടക്കം എതിർകക്ഷികൾക്കാണ് കോടതി നോട്ടീസ് അയച്ചത്. 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ വിഷയത്തിൽ മറുപടി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷബ്ന സേതു വിവരങ്ങൾ നൽകി.